യുദ്ധം ആവേശമുണർത്തുന്ന ഒരു ടൂർണമെൻ്റല്ല, നിരവധി നിരപരാധികളുടെ ജീവൻ എടുക്കുന്ന ഒരു ദുരന്തമാണ്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പല മുഖ്യധാരാ മാധ്യമങ്ങളും ചെയ്യുന്ന പോലെ നിഗമനങ്ങളും ഊഹാപോഹങ്ങളും അടിസ്ഥാനമാക്കി ആവേശമുണർത്തുന്ന റിപ്പോർട്ടിംഗ് അല്ല ഇവിടെ നടത്തുന്നത്. തികച്ചും സത്യസന്ധമായ, വസ്തുനിഷ്ഠമായ, അതത് രാജ്യങ്ങളിലെ ഔദ്യോഗിക ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ടുകളെ മാത്രം ആസ്പദമാക്കിയുള്ള ഒരു വാർത്തയാണ് ഇത്. ഇതിൽ നിഗമനങ്ങളില്ല, ഊഹാപോഹങ്ങളില്ല, ആവേശവുമില്ല. തികച്ചും വസ്തുനിഷ്ഠമായ വാർത്താ അവതരണം മാത്രം. പൊതുജന സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിനുള്ള എല്ലാ പ്രതികരണ സംവിധാനങ്ങളും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും UAE നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. താമസക്കാർ ജാഗ്രത പാലിക്കുകയും ഔദ്യോഗിക മാർഗങ്ങളിലൂടെ നൽകുന്ന പൊതുസുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം. സമൂഹത്തെ സംരക്ഷിക്കുന്നതിനുള്ള മുൻകരുതൽ നടപടികളുടെ ഭാഗമായി നിരീക്ഷണങ്ങൾ തുടരുന്നതായും അതോറിറ്റി സ്ഥിരീകരിച്ചു. UAE വിദ്യാലയങ്ങളിലെ വിദൂര പഠനം ബുധനാഴ്ച വരെ തുടരും. സ്ഥിതിഗതികൾ തുടർച്ചയായി വിലയിരുത്തുകയാണെന്നും ആവശ്യമെങ്കിൽ സംഭവവികാസങ്ങൾക്കനുസരിച്ച് വിദൂര പഠനത്തിന്റെ കാലയളവ് നീട്ടാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു. ദുബായിൽ വിദ്യാർത്ഥികൾ ലാപ്ടോപ്പ് സ്ക്രീനുകളിൽ UAE പതാക പാറിച്ചുകൊണ്ടാണ് വിർച്വൽ അസംബ്ലികളിൽ പങ്കെടുത്തത്. അസാധാരണമായ സമയങ്ങളിൽ പഠന തുടർച്ചയുടെ നിശബ്ദവും എന്നാൽ ശക്തവുമായ പ്രതീകമാണ് ഇത്. ചർച്ച നടത്തില്ല എന്ന് അമേരിക്കയും ഇറാനും. ഇറാനുമായി ചർച്ചയില്ലെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം വാഷിംഗ്ടണുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കാൻ താൻ പുതിയ ശ്രമം നടത്തിയെന്ന US മാധ്യമ അവകാശവാദങ്ങളെ ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറി അലി ലാരിജാനിയും നിഷേധിച്ചു. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടായാൽ മാത്രം ചർച്ചയെന്നാണ് ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചത്. 4 ആഴ്ചയെങ്കിലും യുദ്ധം തുടരുമെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. യുദ്ധം ഇനിയും നീളുമെന്ന സൂചന തന്നെയാണ് ഇതെല്ലാം നൽകുന്നത്. സംഘർഷാവസ്ഥ തുറന്നാൽ സാമ്പത്തിക തൊഴിൽ മേഖലകളെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഗൾഫിലെ പ്രവാസികൾ. UAE വിമാന സർവീസുകൾ ഇന്നും നിർത്തിവെച്ചു. വിവിധ മേഖലകളിലെ വ്യോമാതിർത്തികൾ അടച്ചതിനെ തുടർന്ന് നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിവരെ ദുബായിലേക്കും തിരിച്ചുമുള്ള എല്ലാ സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചതായി എമിറേറ്റ്സ് വൃത്തങ്ങൾ അറിയിച്ചു. ഖത്തറിൽ മിസൈൽ ആക്രമണം, ആർക്കും പരിക്കില്ല. രാജ്യത്തെ ഊർജ്ജ മേഖലകളിൽ 2 മിസൈൽ ആക്രമണങ്ങൾ നടന്നതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്ന് മിസൈൽ പവർ പ്ലാന്റിന്റെ ജലസംഭരണ ടാങ്കിനെ ലക്ഷ്യം വെച്ചും മറ്റൊന്ന് വ്യാവസായിക നഗരമായ റാസ് ലഫാനിലെ ഊർജ്ജ സ്രോതസ്സുകളെ ലക്ഷ്യം വെച്ചുമാണ് നടന്നത്. ആക്രമണത്തിന്റെ ഫലമായുണ്ടായ എല്ലാ നാശനഷ്ടങ്ങളും ബന്ധപ്പെട്ട അധികാരികൾ വിലയിരുത്തി വരികയാണെന്നും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രസ്താവനകൾ പിന്നീട് നൽകുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഒമാൻ തീരത്ത് വീണ്ടും ഇറാന്റെ ആക്രമണം. ഒരു എണ്ണ ടാങ്കർ ആക്രമിച്ചു, ഒരാൾ മരിച്ചു. മസ്കറ്റ് ഗവർണറേറ്റ് തീരത്ത് നിന്ന് 52 നോട്ടിക്കൽ മൈൽ അകലെ സഞ്ചരിക്കുമ്പോൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ട് MKD വിയോം എന്ന എണ്ണ ടാങ്കറിനെ ആക്രമിച്ചതായി ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ റിപ്പോർട്ട് ചെയ്തു. ഇതിലുണ്ടായിരുന്ന മറ്റ് 21 ജീവനക്കാരെ ഉടൻ ഒഴിപ്പിച്ചതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതോടെ സമുദ്രാതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ആവശ്യമായ നാവിഗേഷൻ മുന്നറിയിപ്പുകൾ നൽകിയതായി ഒമാൻ റോയൽ നേവി അറിയിച്ചു. ഗൾഫിൽ ഉടനീളം രൂക്ഷമായ ഇറാൻ ആക്രമണം തുടരുന്നു. അബുദാബിക്ക് പുറമെ റാസൽ ഖൈമയിലും ഡ്രോൺ ആക്രമണം. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോൺ ആക്രമണം വിജയകരമായി തടഞ്ഞതിനെ തുടർന്ന് അൽഹംറ ഗ്രാമപ്രദേശത്ത് അവശിഷ്ടങ്ങൾ വീണതായി അധികൃതർ അറിയിച്ചു. കുവൈത്തിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു. ഇറാൻ ഗൾഫിൽ 3-ാം ദിവസവും ആക്രമണം തുടരുന്നതിനിടെ ഇന്ന് രാവിലെയാണ് നിരവധി US യുദ്ധവിമാനങ്ങൾ തകർന്നു വീണത്. എല്ലാ ജീവനക്കാരും രക്ഷപ്പെട്ടുവെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹിസ്ബുള്ള ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചു. ആയത്തുള്ള അലി ഖമേനിയുടെയും 40ഓളം ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെയും കൊലപാതകത്തിന് പ്രതികാരമായാണ് ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണം. ഒരു ഇസ്രായേലി താവളം ആക്രമിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയും ശക്തമായ പ്രത്യാക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത്. 3 US സൈനികർ മരിച്ചു, 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് ആക്രമണം നടത്തുകയാണെന്നും ലെബനനെതിരെ ആക്രമണം നടത്തുകയാണെന്നും ഇസ്രായേൽ വൃത്തങ്ങൾ വ്യക്തമാക്കി. ലെബനനിലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെടുകയും 149 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തങ്ങളുടെ നേരെ വന്ന മിസൈലുകൾ വിജയകരമായി തടഞ്ഞതായി UAE അധികൃതർ സ്ഥിരീകരിച്ചു. അബുദാബി മുസഫയിലെ ICADയിലെ ഗോഡൌണിൽ അവശിഷ്ടങ്ങൾ വീണ് ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാൻ ആക്രമണങ്ങളിൽ ബഹ്റൈനിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഇറാഖിലും കുവൈറ്റിലും കൂടുതൽ ഇറാനിയൻ ആക്രമണങ്ങൾ ഉണ്ടായതായി
സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ കുവൈത്തിലെ അഹമ്മദി റിഫൈനറിയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലെ റാസ് തനൂറ എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2 ഡ്രോണുകൾ തകർത്തതായി മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ ജനറൽ തുർക്കി അൽ മാലിക്കി സ്ഥിരീകരിച്ചു. അയൽ രാജ്യങ്ങളുടെ മേലുള്ള ഇറാന്റെ ആക്രമണങ്ങളെ പരമാധികാരത്തിന് മേലുള്ള ലംഘനമാണെന്ന് അപലപിച്ച് UAE വിദേശകാര്യ മന്ത്രാലയം ഇറാന്റെ അംബാസഡറെ വിളിച്ചു വരുത്തി. തുടർന്ന് ടെഹ്റാനിലെ UAE എംബസി അടച്ചുപൂട്ടുകയും ഇറാനിൽ നിന്നുള്ള അംബാസഡറെയും എല്ലാ നയതന്ത്ര ജീവനക്കാരെയും പിൻവലിക്കുകയും ചെയ്തു. എമിറാത്തി പ്രദേശത്തെ നഗ്നമായ ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതിന് മറുപടിയായാണ് ഈ തീരുമാനമെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇറാനെതിരായ US-ന്റെയും ഇസ്രയേലിൻ്റെയും ആക്രമണങ്ങൾ എണ്ണവിലയിൽ വൻ കുതിപ്പ്. യുദ്ധം ആഗോള എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്തുകയും മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സംഘർഷം ഉണ്ടാകുമെന്ന ആശങ്ക വർദ്ധിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ആഗോള എണ്ണവിലയിൽ വൻ കുതിപ്പുണ്ടായത്. ആഗോള സ്വർണ്ണവിലയിലും ഇന്ന് വൻ കുതിപ്പാണ് രേഖപ്പെടുത്തിയത്.